ഹായ് ഓൾ, വെൽക്കം ടു ട്യൂട്ടേഴ്സ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനിൽ നമ്മൾ ഫ്രിക്ഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് എല്ലാം അറിയാവുന്ന അല്ലേ, നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫോഴ്സാണ് ഏത് നമ്മുടെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് തെന്നി വീഴാതെ നടക്കാനൊക്കെ പറ്റുന്നതും നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ എന്ത് കാരണമാണ്? ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടല്ലേ. അപ്പോൾ ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം തന്നെ എന്താണ് ഫ്രിക്ഷൻ? എന്താണ് ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്? അതൊരു കോണ്ടാക്റ്റ് ഫോഴ്സ് ആണല്ലേ. അതായത് രണ്ട് സർഫസുകൾ കോണ്ടാക്റ്റിൽ വന്നാൽ മാത്രമേ എന്തുണ്ടാവൂ? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ഫോഴ്സ് ദാറ്റ് ഒപ്പോസസ് ദ ടെൻഡൻസി ഓഫ് റിലേറ്റീവ് മോഷൻ ഓർ ദ റിലേറ്റീവ് മോഷൻ ഓഫ് എ ബോഡി. അപ്പോൾ എന്താ? ഒരു ബോഡിയുടെ റിലേറ്റീവ് മോഷനെ എന്താണ് റെസിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ടെൻഡൻസിനെ ഒപ്പോസ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു ഫോഴ്സാണ് ഏത് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? ഏത് ഡയറക്ഷനിലായിരിക്കും ഇത് ആക്ട് ചെയ്യുന്നത്? ഇത് ആക്ട് ചെയ്യുന്നത് റിലേറ്റീവ് മോഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്? നമ്മുടെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതെന്താണ്? ഒരു കോണ്ടാക്റ്റ് ഫോഴ്സ് ആണ്. രണ്ട് ബോഡി കോണ്ടാക്റ്റിൽ വന്നാൽ മാത്രമേ അവിടെ എന്തുണ്ടാവൂ? നമ്മുടെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവത്തുള്ളൂ. നോക്കിക്കേ, നമ്മളിപ്പോൾ ഒരു സർഫസിൽ ഒരു ബോഡി പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുഷ് ചെയ്യുമ്പോൾ അവിടെ നിന്നൊരു ഫ്രിക്ഷൻ ഇങ്ങോട്ട് വരത്തില്ലേ? അതാണ് എന്ത്? കോണ്ടാക്റ്റ് ഫോഴ്സ്. ഇവിടെ രണ്ടിടത്തും എന്താണ്? രണ്ട് സർഫസും കോണ്ടാക്റ്റിലാണ്. അത് കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് എന്ത് കിട്ടും? ആ മോഷന് എതിരായിട്ട് നമുക്കൊരു ഫ്രിക്ഷൻ, ഒരു ഫോഴ്സ് കിട്ടും. ആ ഫോഴ്സാണ് ഏത്? ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് തന്നെ രണ്ട് തരത്തിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ എന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷനും രണ്ടാമത്തേത് കൈനറ്റിക് ഫ്രിക്ഷനുമാണ്. പേരിൽ തന്നെയുണ്ട്. എന്താണ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ? എന്താ? ഒരു ബോഡി റെസ്റ്റിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫ്രിക്ഷനാണ് എന്ത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എന്താണ്? ബോഡി റെസ്റ്റിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ. അതായത് ആ ബോഡി എന്ത് ചെയ്യുന്നില്ല, അതിനെ മൂവ് ചെയ്യാനായിട്ട് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ബോഡി മൂവ് ചെയ്യുന്നില്ല. ആ ഒരു ഫ്രിക്ഷനാണ് എന്ത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇനി കൈനറ്റിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബോഡി മോഷനിൽ ഉണ്ടാകുമ്പോൾ ഉള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഏത്? നമ്മുടെ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിനെ കുറിച്ച് നമുക്കൊന്നും കൂടെ നന്നായിട്ട് അടുത്ത സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നെ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊരു കാറ് നിർത്തിയിട്ടിരിക്കുകയാണ്. ഈ കാറിനെ നമ്മൾ ആദ്യം തള്ളി തുടങ്ങുമ്പോൾ ആദ്യം ഇത് ഉരുളാൻ തുടങ്ങുമോ? ഇല്ല. ആദ്യം ഇത് മൂവ് ചെയ്യാൻ തുടങ്ങുമോ? ഇല്ല. ആദ്യം കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഫോഴ്സ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴായിരിക്കും ഇത് മൂവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത് മൂവ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ സ്പീഡിൽ അത് എന്ത് ചെയ്യും? അതിൻ്റെ മോഷൻ സംഭവിക്കും. ഈ റെസ്റ്റിലിരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം ഫോഴ്സ് കൊടുത്താൽ മാത്രമേ അത് അതിൽ നിന്ന് മോഷനിലേക്ക് പോകത്തുള്ളൂ. മോഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ കൊടുത്ത അത്രയും ഒരു ഫോഴ്സ് ഇവിടെ കൊടുക്കേണ്ടതായിട്ട് വരത്തില്ല. കാരണം എന്താ? മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ ഉള്ള ഫ്രിക്ഷനാണ് ഇത് കൈനറ്റിക് ഫ്രിക്ഷൻ. റെസ്റ്റിലിരിക്കുമ്പോൾ അത് തന്ന ഫ്രിക്ഷനാണ് ഇത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഈ കൈനറ്റിക് ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷനേക്കാളും കുറവാണ്. അതുകൊണ്ടാണ് മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അത്ര ഒരു ഫോഴ്സ് ഉപയോഗിക്കാണ്ട് തന്നെ ഇതിനെ മൂവ് ചെയ്ത് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാം ഒന്ന് ക്ലിയർ ആയിട്ട് എല്ലാം ഒന്നും കൂടെ ഒന്ന് വിശദമായിട്ട് നോക്കാം. ആദ്യം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു ബോഡി റെസ്റ്റിലിരിക്കുമ്പോൾ അത് തരുന്ന ഫ്രിക്ഷനാണ് എന്ത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതിനെ നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാണ് പറയുന്നത്? FS എന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ഇറ്റ് പ്രിവെൻറ്റ്സ് എ ബോഡി ഫ്രം സ്റ്റാർട്ടിങ് ടു മൂവ്. അത് മൂവ് ചെയ്യുന്ന അതിൻ്റെ മോഷനെ തടയാവുന്ന ഒരു ഫ്രിക്ഷനാണ്, ഒരു ഫോഴ്സാണ് ഏത്? നമ്മുടെ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു വേരിയബിൾ ഫോഴ്സാണ്. ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫോഴ്സ് അല്ല. ഇതെന്താണ്? വേരിയബിൾ ഫോഴ്സാണ്. അതായത് ഒരു പെർട്ടിക്കുലർ വാല്യൂ വരെ ഇതിന് തിരിച്ച് ആ ഒരു ഫ്രിക്ഷൻ നമുക്ക് തരാനായിട്ട് പറ്റും. എന്തായിരിക്കും? 0 മുതൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ വരെ എന്ത് ചെയ്യും? ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് 0യ്ക്കും ഒരു മാക്സിമം ലിമിറ്റിനും ഇടയിലായിരിക്കും ആര്? നമ്മുടെ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. എങ്കിൽ ആ മാക്സിമം ലിമിറ്റ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു കാറ് റെസ്റ്റിലിരിക്കുന്ന ഒരു കാറിനെ തള്ളുന്നു, നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു, അതിനെ മൂവ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഇത് ആദ്യമൊക്കെ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോഴും എന്തായിരിക്കും? ഇത് മൂവ് ചെയ്യത്തില്ല.
അപ്പോൾ ആ ഒരു സമയത്തും ഇത് നമുക്ക് എന്ത് തരുന്നുണ്ട്? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് തരുന്നുണ്ട്. പിന്നെയും നമ്മൾ കുറച്ചും കൂടെ ഫോഴ്സ് കൊടുക്കുന്നു, അപ്പോഴും ചിലപ്പോൾ മൂവ് ചെയ്യണമെന്നില്ല. ആ സമയത്തും എന്താ, ഇത് ആ സെയിം എമൗണ്ട് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് തിരിച്ച് തരുന്നുണ്ട്. പക്ഷെ അങ്ങനെ തള്ളി കുറേ അധികം പേര് വന്ന് കുറച്ചും കൂടെ ഫോഴ്സിൽ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇതൊരു ലിമിറ്റ് എത്തിക്കഴിയുമ്പോൾ ഇത് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒരു ലിമിറ്റ് വരെ ഇതിന് തിരിച്ച് നമുക്ക് ഫ്രിക്ഷൻ തരാൻ പറ്റത്തുള്ളൂ. ആ ലിമിറ്റിനെ, ആ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ലിമിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. എന്താ പേര്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതിൻ്റെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? Fs മാക്സ് എന്നാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? അതായത് നമ്മളൊരു ബോഡിയെ പുഷ് ചെയ്യുന്നു, ഒരു അപ്ലൈഡ് ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഈ ബോഡി പക്ഷേ മൂവ് ചെയ്യുന്നില്ല. കാരണം എന്താ? നമ്മൾ കൊടുത്ത അതേ ഫോഴ്സ് ഈക്വലായിട്ട് ഈ ബോഡി ആ ഒരു സർഫസിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ബോഡിക്ക് അവിടെ മോഷൻ സംഭവിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ പ്രത്യേകത എന്താ? അതൊരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് അല്ല, ഇറ്റ്സ് എ വേരിയബിൾ ഫോഴ്സ്. സെൽഫ് അഡ്ജസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വേരിയബിൾ ഫോഴ്സാണ് ആര്? നമ്മുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതെപ്പോഴുണ്ടാവുന്നതാ? ഒരു ബോഡി റെസ്റ്റിലിരിക്കുമ്പോൾ. അതേപോലെ ഇവിടെ എന്താ? ഈ ഒരു ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ Fs ഉണ്ടല്ലോ, Fs മാക്സ്. ഈ Fs മാക്സ് നമ്മുടെ ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് ബോഡി എങ്ങനെ ഇരിക്കുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ബോഡി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ബോഡി നമ്മളൊന്ന് ചരിച്ചിട്ടെന്ന് പറഞ്ഞാലും അവിടുത്തെ എന്ത് മാറുന്നില്ല? ആ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ മാറാൻ പോകുന്നില്ല. അതായത് ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? നമ്മുടെ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആരെയായിരിക്കുമെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആരെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇപ്പം നമുക്കൊരു ബോഡി ഇവിടെ ഉണ്ട്. ഇവിടെ താഴേക്ക് എന്ത് കാണും? ആ ബോഡിയുടെ വെയിറ്റ് വെർട്ടിക്കലി താഴേക്ക് ആക്ട് ചെയ്യത്തില്ലേ? അതേപോലെ തന്നെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആരുണ്ട്? ഒരു നോർമൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഈ നോർമൽ ഫോഴ്സ് ഇല്ലേ, ഇയാളെയാണ് നമ്മുടെ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയ Fs മാക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് Fx മാക്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരാണ്? നോർമൽ ഫോഴ്സ് ആയ n ആണ്. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോൺസ്റ്റൻ്റ് എന്താ? ഇവിടെ മ്യൂ എസ് എന്ന കോൺസ്റ്റൻ്റ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. എന്താണ് ഈ മ്യൂ എസ്? ഇതൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ പേരെന്താ? കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എന്താണ് ഇതിൻ്റെ പേര്? കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് എന്ത്? നമ്മുടെ ഈ മ്യൂ എസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ Fs മാക്സിൻ്റെ ഫോർമുല എന്താ? മ്യൂ എസ് എൻ ആണ്. എൻ എന്താണ്? നമ്മുടെ നോർമൽ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ Fx മാക്സ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നോർമൽ ഫോഴ്സിനെയാണ് അല്ലെങ്കിൽ റിയാക്ഷൻ ഫോഴ്സിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അടുത്തതാണ് നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്താണ് എന്നാണ് നോക്കുന്നത്. എന്താണ് ഈ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മളൊരു ബോഡിയെ മൂവ് ചെയ്യിക്കാനായിട്ട് ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ബോഡി എന്താ? ഇറ്റ് ഈസ് ഇൻ ദ വെർജ് ഓഫ് മോഷൻ. അതായത് അത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയില്ല, പക്ഷേ കുറച്ചും കൂടെ കൊടുത്താൽ അത് മൂവ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഏത് ഫ്രിക്ഷൻ ആയിരിക്കും ഇങ്ങോട്ട് തരുന്നത്? Fs മാക്സ് നമുക്ക് തിരിച്ച് തന്നുകൊണ്ടിരിക്കുകയല്ലേ? ഇതാണ് നമുക്ക് തരുന്ന ഫോഴ്സ്. ഇതിൻ്റെ വെയിറ്റ് എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്? വെർട്ടിക്കലി ഡൗൺവേർഡ് വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. മുകളിലേക്ക് അപ്പോൾ ആരുണ്ട്? നോർമൽ ഫോഴ്സും മുകളിലേക്ക് ഉണ്ട്. ഇനി നോക്കിക്കേ, ഇവിടെ നമ്മുടെ ഈ Fs മാക്സിൻ്റെയും ഈ നോർമൽ ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ദാ ഇങ്ങനെ നമ്മുടെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ റിസൾട്ടൻ്റ് എടുക്കാൻ പറ്റുമോ? ഇങ്ങനെ റിസൾട്ടൻ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ റിസൾട്ടൻറ്റിൻ്റെയും നോർമൽ ഫോഴ്സിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഈ ഒരു ആംഗിൾ കണ്ടോ, അതിനെ നമ്മൾ തീറ്റ ആയിട്ട് വിളിക്കുകയാണെങ്കിൽ ഈ തീറ്റയാണ് എന്ത്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ നോർമൽ ഫോഴ്സിൻ്റെയും ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെയും
റിസൾട്ടൻ്റ് എടുക്കുന്നു. ആ റിസൾട്ടൻറ്റും നമ്മുടെ നോർമൽ ഫോഴ്സിൻ്റെയും ഇടയ്ക്ക് വരുന്ന ആംഗിളാണ് എന്ത്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് ഈ തീറ്റയാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. എങ്കിൽ ഇതിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും? ഇത് നോക്കിക്കേ, ഈ ഒരു സൈഡിൽ എന്തായിരിക്കും വരുന്നത്? ഇതും FS മാക്സ് ആയിരിക്കും. ഇതെന്തായിരിക്കും? നോർമൽ ഫോഴ്സ് ആയിരിക്കും. എങ്കിൽ ടാൻ തീറ്റ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാൻ തീറ്റ ഈക്വൽ എന്തെന്നാ കിട്ടാൻ പോകുന്നത്? FS മാക്സ് ബൈ നോർമൽ ഫോഴ്സ് എന്നാണ് കിട്ടുന്നത്. FS മാക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. എന്തായിരുന്നു? μSn ആയിരുന്നു. എങ്കിൽ നമുക്ക് ഇതിനെ μSn എന്ന് എഴുതാമല്ലോ. μSn ഡിവൈഡഡ് ബൈ n. എന്നും എന്നും രണ്ട് നോർമൽ ഫോഴ്സസ് ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്ക് കിട്ടുന്നത് എന്താ? ടാൻ തീറ്റ ഈക്വൽ μS എന്നാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് μS എന്ന് കിട്ടുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ തീറ്റ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ്റെ ടാൻജൻ്റ് എടുത്ത് നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നു? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ കോഎഫിഷ്യൻറ്റിനെ കിട്ടുന്നു. μS ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നു. എൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ്റെ ടാൻജൻ്റ് എടുത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? μS, കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പം മക്കളെ, നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്താണെന്ന് നോക്കി. ഇനി നമുക്ക് ആംഗിൾ ഓഫ് റീപോസ് എന്താണെന്ന് നോക്കിയാലോ. എന്താണ് ഈ ആംഗിൾ ഓഫ് റീപോസ്? നമ്മൾ നേരത്തെ ഒരു ഹൊറീസോണ്ടൽ സർഫസിൽ ഒബ്ജക്റ്റ് ഇരിക്കുന്ന കാര്യമാണ് പറഞ്ഞാൽ. ഏതാ? ഹൊറീസോണ്ടലി ഒരു ഒബ്ജക്റ്റ് ആ ഹൊറീസോണ്ടൽ സർഫസിൽ തന്നെ ഇരിക്കുന്നു. അപ്പോഴെന്താ? നമ്മുടെ നോർമൽ ഫോഴ്സിൻ്റെയും ആരുടെയായിരുന്നു? നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് നമ്മുടെ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെയും റിസൾട്ടൻ്റ് വരയ്ക്കുന്നു. ആ റിസൾട്ടൻറ്റിനും ഈ നോർമൽ ഫോഴ്സിനും ഇടയ്ക്കുള്ള ആംഗിൾ ആയിരുന്നു ആര്? നമ്മുടെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ, നമ്മളിനി ആംഗിൾ ഓഫ് റീപോസ് ആണ് നോക്കുന്നത്. എന്താണ് ഈ ആംഗിൾ ഓഫ് റീപോസ്? നമ്മൾ തൊട്ട് മുമ്പ് എന്താ കണ്ടേ? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആയിരുന്നു കണ്ടത്. ആംഗിൾ ഓഫ് ഫ്രിക്ഷനിൽ എന്താ നമ്മൾ ചെയ്തത്? നമ്മൾ ഇവിടെ ബോഡി ഹൊറീസോണ്ടൽ സർഫസിൽ അതേപോലെ തന്നെ ബോഡി വെക്കുന്നു. അപ്പോൾ എന്താ? മുകളിലേക്ക് നമ്മുടെ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു നോർമൽ ഫോഴ്സ് ഉണ്ട്. ഇങ്ങോട്ടേക്ക് എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഡയറക്ഷനിൽ എന്താ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരു റിസൾട്ടൻ്റ് ഇല്ലേ? ആ റിസൾട്ടൻറ്റും നമ്മുടെ നോർമൽ ഫോഴ്സിനും ഇടയ്ക്കുള്ള ഒരു ആംഗിൾ ഉണ്ടാകും. ആ ആംഗിളിൻ്റെ പേരാണ് എന്ത്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ആ ആംഗിളിൻ്റെ ടാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് നമ്മൾ പറഞ്ഞത്? കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെ കിട്ടുന്നു. ഇനി അടുത്തതാണ് എന്ത്? ഈ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ ഒരു ഹൊറീസോണ്ടൽ സർഫസിലായിരുന്നു ഒബ്ജക്റ്റ് വെച്ചിരുന്നത്. ഇപ്പം നമ്മൾ ഇനി വെക്കാൻ പോകുന്നത് ഒരു ഇൻക്ലൈൻഡ് സർഫസിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ? ഒരു ഹൊറീസോണ്ടൽ സർഫസ് ഉണ്ട്. അതിന് ഇൻക്ലൈൻഡ് ആയിട്ട് ഇതാ നമ്മൾ ഇങ്ങനെ ഒരു സർഫസ് എടുക്കുന്നു, ഒരു പ്ലെയിന് എടുക്കുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നു. ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഈ ഒബ്ജക്റ്റ് ഇൻ ദ വെർജ് ഓഫ് മോഷൻ, അതായത് വീഴുന്നില്ല, താഴേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുന്നില്ല. ആ മൂവ്മെൻറ്റിൻ്റെ ആ ഒരു മോഷൻ്റെ ആ ഒരു വെർജിലെത്തുന്ന ആ ഒരു സമയത്ത് ദാ ഈ ഒരു ആംഗിൾ ഫോം ചെയ്യില്ലേ? ആ ആംഗിളിൻ്റെ പേരാണ് എന്ത്? ആംഗിൾ ഓഫ് റീപോസ്. നമുക്കതിനെ ഫൈ എന്ന് വിളിക്കാം. അതായത് ഇതാണ് നമ്മുടെ ഹൊറീസോണ്ടൽ. നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് അതിനെ ചരിക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെക്കുന്നു. എന്നിട്ട് ഇതിങ്ങനെ ചരിച്ചുകൊണ്ട് ഈ പ്ലെയിൻ ഇങ്ങനെ ആംഗിൾ കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഏത് ആംഗിളിലാണോ ഇതിന് മുകളിലിരിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റ് ഇൻ ദ വെർജ് ഓഫ് മോഷൻ, വീഴാൻ പോകുന്ന ആ ഒരു ടൈം ആവുന്നത്, ആ സമയത്ത് നമ്മുടെ ഈ ഹൊറീസോണ്ടലും ഈ ഒരു പ്ലെയിനിൻ്റെയും ഇടയ്ക്കുണ്ടാവുന്ന ആംഗിളിൻ്റെ പേരാണ് എന്ത്? ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത് നോക്കിക്കേ. ഇവിടെ താഴേക്ക് നമുക്ക് ആര് കാണും? നമ്മുടെ വെയിറ്റ് കാണും, mg കാണും. സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആര് ആക്ട് ചെയ്യും? നോർമൽ ഫോഴ്സ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ഇത് താഴെ വീണില്ലല്ലോ, ഇൻ ദ വെർജ് ഓഫ് മോഷൻ അല്ലേ. അപ്പോൾ എന്തായിരിക്കും? അങ്ങോട്ടേക്ക് അപ്പുറത്തെ ഡയറക്ഷനിലേക്ക് എന്ത് കാണും? ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കാണും. അതായത് ഇങ്ങോട്ടേക്ക് ആര് കാണും? FS മാക്സ് കാണും. ഇനി നമുക്ക് ഈ വെയിറ്റിനെ ഒന്ന് റിസോൾവ് ചെയ്താലോ. വെയിറ്റിനെ റിസോൾവ് രണ്ട് കമ്പോണൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വെയിറ്റിനെ ഒന്ന് റിസോൾവ് ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. അപ്പോൾ
ഈ ഒരു കമ്പോണൻറ്റിൻ്റെയും വെയ്റ്റിൻ്റെയും ഇടയ്ക്ക് വരുന്ന ആംഗിളും എന്ത് തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? ഫൈ എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ ഓഫ് റീപോസിൻ്റെ സെയിം ആംഗിളാണ് നമുക്കിതാ ഇവിടെയും കിട്ടാൻ പോകുന്നത്. എങ്കിൽ ഈ ഒരു കമ്പോണൻറ്റിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാൻ പറ്റും? ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എം ജി കോസ് ഫൈ ആയിരിക്കും. ഈ ഒരു കമ്പോണൻറ്റ് എം ജി സൈൻ ഫൈയും ആയിരിക്കും. ഇത്രയും വരെ ഓക്കെ ആണോ? ഇനി നമുക്ക് നോക്കിക്കേ, ഇവിടെ ആരെയൊക്കെ നമുക്ക് ഈക്വൽ ആണെന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും? ഇവിടെ എഫ് എസ് മാക്സും ഈസ് ഈക്വൽ ടു ആരാണ്? എം ജി സൈൻ ഫൈ ആണ്. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്താലോ? ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അടുത്ത് നോക്കിക്കേ, നോർമൽ ഫോഴ്സും എം ജി കോസ് ഫൈ ഈക്വൽ അല്ലേ? അപ്പോൾ എങ്ങനെ കൊടുക്കും? എൻ ഈസ് ഈക്വൽ ടു എം ജി കോസ് ഫൈ. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് നമുക്ക് കൊടുക്കാമല്ലോ? കൊടുക്കാം. എങ്കിൽ ഇക്വേഷൻ നമ്പർ 1/2, ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡഡ് ബൈ 2 ഒന്ന് ചെയ്ത് നോക്കിക്കേ. എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? 1 ഡിവൈഡഡ് ബൈ 2 എന്ത് വരും നമുക്ക്? എഫ് എസ് മാക്സ്. എഫ് എസ് മാക്സിൻ്റെ മറ്റൊരു ഇക്വേഷൻ എന്തെന്നാ നമ്മൾ മുമ്പേ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? എഫ് എസ് മാക്സ് എന്തായിരുന്നു? മ്യൂ എസ് എൻ അല്ലായിരുന്നോ? അപ്പോൾ എഫ് എസ് മാക്സിന് പകരം നമുക്ക് മ്യൂ എസ് എൻ എന്ന് എഴുതാമല്ലോ. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? മ്യൂ എസ് എൻ ഡിവൈഡഡ് ബൈ എൻ ഈക്വൽ എം ജി സൈൻ ഫൈ ഡിവൈഡഡ് ബൈ എം ജി കോസ് ഫൈ. എം ജി ക്യാൻസൽ ആകും, എന്നും എന്നും ക്യാൻസൽ ആകും. ബാക്കി നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? സൈൻ ഫൈ ബൈ കോസ് ഫൈ. എന്താ കിട്ടുന്നത്? ടാൻ ഫൈ എന്നല്ലേ കിട്ടുന്നത്. അപ്പോൾ എന്താ കിട്ടുന്നത്? ടാൻ ഫൈ ഈക്വൽ ടു മ്യൂ എസ്. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് നിന്ന് എന്ത് മനസ്സിലായി? നമ്മുടെ ഫൈ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് റീപോസിൻ്റെ ടാൻ എടുത്താലും നമുക്ക് കിട്ടാൻ പോകുന്ന ആരെ തന്നെയാണ്? കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെയാണ്. നമ്മൾ മുമ്പേ എന്താ പഠിച്ചേ? നമ്മുടെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ്റെ ടാൻ എടുത്താലും നമുക്ക് കിട്ടുന്ന ആരെയാ? ഈ മ്യൂ എസിനെയാണ്. ആംഗിൾ ഓഫ് റീപോസിൻ്റെ ടാൻജൻ്റ് എടുത്താലും കിട്ടാൻ പോകുന്ന ആരെയാ? മ്യൂ എസിനെയാണ്. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത് മീൻ ചെയ്യുന്നത്? എന്താണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലായത്? ടാൻ ഫൈ എടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താ? മ്യൂ എസ് ആണ്. അത് തന്നെയല്ലേ ടാൻ തീറ്റ എടുക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത്? വിച്ച് മീൻസ് എന്താ അത് മീൻ ചെയ്യുന്നത്? തീറ്റ ഈക്വൽ ടു ഫൈ ആണ്. അതായത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈക്വൽ ആംഗിൾ ഓഫ് റീപോസ്. ക്ലിയർ ആയോ? ഇതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഓക്കെ, അടുത്തതാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ഒരു ബോഡി റെസ്റ്റിലിരിക്കുമ്പോൾ അതിനുണ്ടാവുന്ന ഫ്രിക്ഷനാണ് ഏത്? നമ്മുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനിയാണ് എന്ത്? ബോഡി ഇനി മൂവ് ചെയ്ത് തുടങ്ങി. നമ്മൾ കാറിനെ പതുക്കെ ഫോഴ്സ് കൊടുത്ത് നമ്മൾ ഏതോ ഒരു ലിമിറ്റ് വരെ ആയപ്പോൾ അതിൻ്റെ ആ ഒരു റെസ്റ്റിംഗ് ഫേസ് തീർന്നു. നമ്മൾ ഇനിയും ഫർദർ മോർ കുറച്ച് ഫോഴ്സ് കൊടുത്താൽ തന്നെ എന്ത് ചെയ്യും? കാർ അങ്ങ് മൂവ് ചെയ്യും. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാറിൻ്റെ അവിടെ നിന്ന് നമുക്ക് വരുന്ന ഫ്രിക്ഷൻ എന്തായിരിക്കും? നമ്മുടെ കൈനറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും. പിന്നീട് നമുക്ക് അനുഭവപ്പെടുന്ന ഫ്രിക്ഷൻ ഏതായിരിക്കും? കൈനറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? രണ്ട് ബോഡി റിലേറ്റീവ് മോഷനിൽ ആവുമ്പോഴാണ് എന്ത് വരുന്നത്? കൈനറ്റിക് ഫ്രിക്ഷൻ അവിടെ ആക്ട് ചെയ്യുന്നത്. നേരത്തെ പോലെ തന്നെ ഇതും എന്താ? ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ എന്തിനെയാണ് ഇവിടെയും ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ നോർമൽ റിയാക്ഷനെയാണ് നമ്മുടെ ഈ കൈനറ്റിക് ഫ്രിക്ഷനും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കൈനറ്റിക് ഫ്രിക്ഷനെ നമ്മൾ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പൽ ലെറ്റർ എന്ന് പറയുന്നത് എന്താ? FK ആണ്. ഇത് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നോർമൽ ഫോഴ്സിനെയാണ് ഇതും ഡിപ്പെൻഡ് ചെയ്യുന്നത്. പ്രൊപ്പോർഷണാലിറ്റി സൈനെ നമുക്ക് എന്ത് വെച്ചിട്ട് മാറ്റാം? FK ഈക്വൽ മ്യൂ കെ എന്ന സിമ്പൽ വെച്ചിട്ട്, ലെറ്റർ വെച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇവിടെ ഈ മ്യൂ കെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ് ആര്? നമ്മുടെ മ്യൂ കെ എന്ന് പറയുന്നത്. അപ്പോൾ FKയുടെ ഇക്വേഷൻ എന്താ? FK ഈക്വൽ മ്യൂ കെ എൻ ആണ്. FS മാക്സ് എന്തായിരുന്നു? FS മാക്സ് ഈക്വൽ മ്യൂ എസ് എൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? നമ്മുടെ കൈനറ്റിക് ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ. ഇവിടെ ഇനി കൈനറ്റിക് ഫ്രിക്ഷനെ നമുക്ക് റോളിംഗ് ഫ്രിക്ഷൻ എന്നും അതേപോലെ തന്നെ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്നും ഉണ്ട്. ഒരു ഒബ്ജക്റ്റ് ഇതേപോലെ സ്ലൈഡ് ചെയ്ത് ഞെരങ്ങി പോവുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷനാണ് എന്ത്? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഇനി അല്ല, ഇതേപോലെ അത് ഉരുണ്ടാണ് പോകുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റോളിംഗ് ഫ്രിക്ഷൻ.
അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു സാധനം ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുമ്പോഴാണോ അതോ ഇങ്ങനെ ഞെരുക്കിക്കൊണ്ട് പോകുമ്പോഴാണോ നമുക്ക് എളുപ്പം അത് കൊണ്ടുപോകാൻ പറ്റുന്നത്? എങ്ങനെയായിരിക്കും? റോൾ ചെയ്യുമ്പോഴായിരിക്കും എന്താ അതൊന്നും കൂടെ സ്പീഡിൽ മൂവ് ചെയ്യുന്നത്. കാരണം എന്താ? റോളിംഗ് ഫ്രിക്ഷൻ കുറവാണ്. ആരെ വെച്ച് നോക്കുമ്പോൾ സ്ലൈഡിംഗ് ഫ്രിക്ഷനെക്കാട്ടിലും റോളിംഗ് ഫ്രിക്ഷൻ എന്താണ്? കുറവാണ്. അതുകൊണ്ടല്ലേ വീലുകൾ ഘടിപ്പിച്ച് നമ്മൾ വണ്ടി ഓടിക്കുന്ന എന്തിനാ? ആ ഫ്രിക്ഷൻ കുറവായിരിക്കും, ട്രാൻസ്പോർട്ടേഷൻ ഈസി ആവാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അങ്ങനെയാണ് എന്ത്? റോളിംഗ് ഫ്രിക്ഷൻ ആരെക്കാളും കുറവാണ്? നമ്മുടെ സ്ലൈഡിംഗ് ഫ്രിക്ഷനെക്കാട്ടിലും കുറവാണ്. അപ്പോൾ ഈ റോളിംഗ് ഫ്രിക്ഷനും സ്ലൈഡിംഗ് ഫ്രിക്ഷനും ഒക്കെ നമ്മുടെ കൈനറ്റിക് ഫ്രിക്ഷൻ്റെ ടൈപ്പുകളാണ് കേട്ടോ. ടൈപ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ് ഇത്, നമ്മുടെ റോളിംഗ് ഫ്രിക്ഷനും സ്ലൈഡിംഗ് ഫ്രിക്ഷനും ഒക്കെ. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പഠിച്ചു, റോളിംഗ് ഫ്രിക്ഷൻ പഠിച്ചു, പിന്നെ ഏതാ നമ്മുടെ സ്ലൈഡിംഗ് ഫ്രിക്ഷനും പഠിച്ചു. ഇതിൽ ഏറ്റവും കൂടുതൽ ഫ്രിക്ഷൻ ആരായിരിക്കും തരുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലേ. കാരണം എന്താ? സ്റ്റാറ്റിക്കിൽ എന്തായിരിക്കും? ബോഡി മൂവ് ചെയ്യുന്നില്ല, അനങ്ങാതിരിക്കുകയാണ്, റെസ്റ്റിലിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതനുസരിച്ചിട്ട് ഇതൊരു ലിമിറ്റ് വരെ നമുക്ക് തിരിച്ചെന്ത് തരുന്നുണ്ട്? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരാ കൂടുതൽ? നമ്മുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് കൂടുതൽ. ഇനി ഇത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ലിമിറ്റ് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഫോഴ്സ് കൊടുത്താൽ ബോഡി എന്ത് ചെയ്യും? മൂവ് ചെയ്യാൻ തുടങ്ങും. ബോഡി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്രമാത്രം പ്രയാസം വരത്തില്ല, അത്രമാത്രം ഒരു ഫോഴ്സ് ഒന്നും നമുക്ക് പിന്നീട് കൊടുക്കേണ്ടി വരത്തില്ല. കുറച്ച് നേരത്തെ കൊടുത്തതിനേക്കാളും കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മതിയാവും. അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ ഫ്രിക്ഷൻ തരുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. അതിനുശേഷം റോളിംഗ് ആണോ സ്ലൈഡിംഗ് ആണോ? ഞെരക്കിക്കൊണ്ട് പോകുമ്പോഴല്ലേ റോളിങ്ങിനെക്കാട്ടിലും ഫ്രിക്ഷൻ കൂടുതൽ വരുന്നത്. അപ്പോൾ ആരാണ്? റോളിങ്ങിനെക്കാട്ടിലും കൂടുതൽ സ്ലൈഡിംഗ് ആണ്. ഏറ്റവും കുറവ് ഫ്രിക്ഷൻ തരുന്ന ആരാ? നമ്മുടെ റോളിംഗ് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ അത് നോക്കിക്കേ, റോളിംഗ് ഫ്രിക്ഷൻ ആണ് ആരെക്കാട്ടിലും കുറവ്? സ്ലൈഡിങ്ങിനെക്കാട്ടിലും കുറവ്. സ്ലൈഡിംഗ് ആണ് ആരെക്കാട്ടിലും കുറവ്? സ്റ്റാറ്റിക്കിനെക്കാട്ടിലും കുറവ്. ഇപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ, അതിൻ്റെ തൊട്ട് പുറകെ നിൽക്കുന്നത് ആരാ? സ്ലൈഡിങ്. ദെൻ ഫ്രിക്ഷൻ കുറവുള്ള ആരാണ്? റോളിംഗ് ഫ്രിക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഫ്രിക്ഷൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോഴ്സാണ് ഇത്, നമ്മുടെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും എഴുതണം, നമ്മൾ ബുക്കിൽ പെൻസിലും പേനയൊക്കെ വെച്ച് എഴുതണമെങ്കിൽ നമ്മളെ എഴുതാൻ സഹായിക്കുന്നത് ആരാ? നമ്മുടെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലേ. അപ്പോൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്താ നമ്മുടെ എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ്? ടൈപ്സ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഏതൊക്കെയായിരുന്നു? സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും നമ്മൾ പഠിച്ചു. അതിൽ തന്നെ ആംഗിൾ ഓഫ് ഫ്രിക്ഷനും ആംഗിൾ ഓഫ് റീപോസും പഠിച്ചു. പിന്നെന്താ? കൈനറ്റിക് ഫ്രിക്ഷനിലേക്ക് വന്നപ്പോൾ നമ്മൾ റോളിംഗ് ഫ്രിക്ഷനും സ്ലൈഡിംഗ് ഫ്രിക്ഷനും പഠിച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്നും മനസ്സിലായെന്നും വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഓൾ.